വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഫാമിലിയോടെ കൊല്ലം ആശ്രമത്തെ ദി സീ വേൾഡ് കാണാൻ പോവുകയാണ് കേട്ടോ. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ ചെന്ന് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കാറും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ആശ്രമത്തിൽ ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല, ഇത് കൂടാതെ ജംബോ സർക്കസും അങ്ങനെ 2-3 പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് ചാർജ് വരുന്നത് 150 രൂപയാണ്. 5 വയസ്സിന് താഴോട്ടുള്ളവർക്ക് ഫ്രീ ആണ്. അതിന് മുകളിലോട്ടുള്ളവർക്ക് 150 രൂപ ടിക്കറ്റ് ചാർജാണ് കേട്ടോ ഉള്ളത്. 150 രൂപയ്ക്ക് അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ പക്ഷികളെയാണ്. പിന്നെ അതിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളും ചില്ലകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രഥം പോലുള്ള ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാരൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ജസ്റ്റ് അതിനകത്ത് കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടവും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് നടന്നു പോകണം, ആ ഒരു രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ചില്ലകളിലൊക്കെ ഇരിക്കുന്ന പക്ഷികളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, കാരണം അവിടെ വലിയ തിരക്കില്ലായിരുന്നു. റോബോട്ട്സ് ആയിരുന്നു അടുത്ത സെക്ഷനിൽ വന്നിരുന്നത്. ഈ ഒരു റോബോട്ടിനെ കണ്ടിട്ട് കറക്റ്റൊരു പട്ടി എന്തൊക്കെ കാണിക്കുക കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെ ഓട്ടിക്കുകയും പട്ടി ഷെയ്ക്കാൻ്റെ ഇരുന്ന കണക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ റോബോട്ടിനെയൊക്കെ നേരിട്ടിങ്ങനെ കാണുന്നത്. കാണാൻ നല്ല രസമായിരുന്നു. എല്ലാവരും ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 2-3 റോബോട്ട് ഉണ്ടായിരുന്നു ഇതുപോലത്തെ പട്ടിയുടെ മാത്രം. പിന്നെ അതുകൂടാതെ വേറൊരു റോബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ നല്ല തിരക്കായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത സെക്ഷനിൽ ചെന്നപ്പോൾ ഒരു സൈഡിലായിട്ട് ഒരു കൊട്ടാരം പോലെ വന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വെള്ളം ഒഴുകുന്നതായിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരാളിങ്ങനെ അക്വേറിയത്തിൽ കിടന്ന് നീന്തുന്നതും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, എത്ര മണിക്കൂറുകളായി ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ സെൽഫി സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്തൊന്നും കയറിയില്ല. 50 രൂപ കണ്ടായിരുന്നു സെൽഫി എടുക്കുന്നതിന്. പിന്നെ അടുത്തടുത്തോട്ട് ചെന്നപ്പോൾ നീണ്ട ഒരു മത്സ്യകന്യക. കുറച്ച് നേരം നോക്കിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരെയും സെൽഫി എടുക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് വിളിച്ച് ഹായ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇത് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ. ഞങ്ങൾ പിന്നെ കുറേ നേരം ഇത് കണ്ട് അവിടെ അങ്ങ് നിന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ, മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത് 22-ാം തീയതി ആയിരുന്നു. ഈ തിരക്ക് കാരണം വീണ്ടും 29-ാം തീയതിയിലേക്ക് നീട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് ചെന്നപ്പോഴായിരുന്നു എൻ്റെ പൊന്നോ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ. നമ്മൾ ശരിക്കും ഒരു കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെ കാണാമോ അതെല്ലാം അവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നീണ്ട കുറേ മീനുകൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇതെന്താ കാരണം എന്ന് എനിക്ക് അറിയത്തില്ല. കുറേ മീനുകൾ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. പിന്നെ അടുത്ത സെക്ഷനിൽ ചെന്നപ്പോൾ നീണ്ട കുറേ മീനുകളിങ്ങനെ ഓടി നടക്കുന്നു. പിന്നെ അതേണ്ട തെരണ്ടിയാണ് കേട്ടോ. തെരണ്ടി ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ്, നല്ല രസമുണ്ട്. അത് നീന്തുമെന്ന് പറയത്തില്ല, പറന്ന് നടക്കുന്ന മാതിരി ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. മുകളിലും താഴെയും 2 സൈഡിലുമായിട്ടൊക്കെ ഇങ്ങനെ മീൻ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ ഇങ്ങനെ മീൻ പോകുന്നതാണ്, നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറേ പലതിൻ്റെയും പേരറിയത്തില്ല കേട്ടോ, കുറേ മീനിൻ്റെ പേരറിയത്തില്ല. ഇത് ബഫർ ഫിഷ് ആയിരുന്നു. ബഫർ ഫിഷിനെയൊക്കെ അറിയാം. പിന്നെ വേണ്ട ഏതൊക്കെയോ മീൻ, പിന്നെ ഈൽ മത്സ്യം, പിന്നെ ഞണ്ട് മാതിരി, ഞണ്ടും കൊഞ്ചും കൂടി ചേർന്ന രീതിയിലുള്ള ഏതോ ഒരു മീൻ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം തിരക്കായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും കാണണ്ടേ, അതുകൊണ്ട് നമ്മൾ സ്പീഡിനായിരുന്നു ഇത് കണ്ടുകൊണ്ട് നടന്നത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോയ്ക്കും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. ഓരോന്നും സെക്ഷൻ തിരിച്ചായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. ചെറിയ മീൻ, വലിയ മീൻ, അങ്ങനെ ഓരോന്നും സെക്ഷൻ തിരിച്ചായിട്ടാണ് ഇട്ടിരുന്നത്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കുറേ മീനുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളല്ലേ നമ്മുടെ കടലിൻ്റെ അടിയിലുള്ളത്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയായിരുന്നു ഇത്. പിന്നെ അതുകൊണ്ട് ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരുന്ന സംഭവം. അക്വേറിയത്തിനകത്ത് 3 പൂച്ചകൾ, അതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം വെച്ചിട്ടാണ് പൂച്ചകൾ ഇരിക്കുന്നത്, അത് നമുക്കറിയാം. എന്നാലും ഇത് അല്ലാതെ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നത്തില്ലേ. കുറേ മീനിൻ്റെ അക്വേറിയത്തിനകത്ത് 3 പൂച്ചക്കുഞ്ഞുങ്ങൾ. ഇതേ ഒരാൾ അവിടെ എന്തോ വിഷമത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ.
പിന്നെ അതെല്ലാം കണ്ട് കഴിഞ്ഞിറങ്ങി. പിന്നെ കുറേ കച്ചവടക്കാരായിരുന്നു അങ്ങോട്ട്. ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇത് തന്നെയായിരുന്നു. കുറച്ച് കച്ചവടക്കാർ ഇപ്പം മതിയായിരുന്നു. ഇതിപ്പം ഒത്തിരി കുറേ സമയം നമ്മുടെ വെറുതെ അങ്ങനെ അങ്ങ് പോയി. കുറേ സാധനങ്ങളൊക്കെ വാങ്ങുന്നുമുണ്ട്, എന്നിരുന്നാൽ പോലും കച്ചവടക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിറങ്ങി ഞങ്ങൾ. പിന്നെ അവിടുന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല, കാരണം നല്ല വിലയായിരുന്നു. പുറത്ത് കിട്ടുന്നതിനേക്കാളും വില കൂടുതലായിരുന്നു അവിടെ. പിന്നെ നീണ്ട ഒരു പൈത്തണ എടുത്ത് തോളത്തിട്ടുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ പൈത്തണ എടുത്ത് തോളത്തിട്ടൊരു സെൽഫി എടുക്കുന്നതിന് 100 രൂപയെങ്ങാണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ പാമ്പെന്ന മൃഗത്തിനെ ഭയങ്കര പേടിയായതുകൊണ്ട് ആ പരിസരത്തോട്ടേ നോക്കിയില്ല. പിന്നെ കുറേ കിളികളുണ്ടായിരുന്നു. പിന്നെ അതേണ്ട പറക്കുന്ന അണ്ണാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ വേണ്ട ഞങ്ങളതെല്ലാം കണ്ടു. ഞങ്ങളതൊക്കെ കണ്ടിട്ട് പിന്നെ അടുത്തത് ഫുഡ് കോർട്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ പാനിപ്പൂരി ഇതേണ്ട, പിന്നെ പൊട്ടറ്റോ ഫ്രൈ, ജ്യൂസ്, കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, ചായ, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി കഴിച്ചു. മെയിനായിട്ട് ഫുഡ് അടി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടി ഇതുപോലത്തെ ഗെയിമിംഗ് സെക്ഷനായിരുന്നു. ഈ റിങ് എടുത്ത് എറിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് വന്ന് വീണാൽ ആ സാധനം നമുക്ക് കിട്ടും. പക്ഷേ ഞങ്ങൾ എറിഞ്ഞിട്ടൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടി ഈ ഒരു പന്തായിരുന്നു. 3 പന്ത് തരും. ആ 3 പന്ത് എറിഞ്ഞ് ആയിരിക്കുന്ന ഗ്ലാസ് ഇത്രയും മുഴുവനും താഴെ വീഴാമെങ്കിൽ 300 രൂപ കിട്ടും. പക്ഷേ അനിയനെടുത്തെറിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഒരു ലൈൻ മാത്രം അവിടെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ അടുത്തത് വേണ്ട ഒരു പാർക്ക് പോലത്തെ സംഭവമായിരുന്നു. മറ്റേ ഗെയിൻ്റെ വീലും തൊട്ടിലാട്ടം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനകത്തൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. മെയിനായിട്ട് സമയവും വൈകി. പിന്നെ ഓരോന്നിനകത്തും കയറണമെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് തീരാറായതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ പോവുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിങ്ങനെ കടലിൻ്റെ അടിയൊന്നും ലൈഫിൽ കാണാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒക്കെ ഒന്ന് കണ്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. കുറച്ച് നേരം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. 150 രൂപ കൊടുത്ത് കയറുന്നത് ഒരിക്കലും നഷ്ടമല്ല. അതിന് പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ചെടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു വിൽക്കാനായിട്ട്. അതൊക്കെ കണ്ടു. പിന്നെ അതേണ്ട ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.